PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള പ്രസ്താവനാ ചോദ്യങ്ങളുടെ 20ാമത്തെ സെറ്റാണ്. ഓൾറെഡി 19 സെറ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൂടി കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ടോപ്പിക്ക് സാഹിത്യം സംസ്കാരം. ഈ ടോപ്പിക്കിൽ നിന്നുള്ള പ്രസ്താവനാ ചോദ്യങ്ങളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഇതേ പുസ്തകത്തിലെ ഇതേ ടോപ്പിക്കിൽ നിന്നുള്ള ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ 20ാമത്തെ സെറ്റ് പ്രസ്താവനാ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അനുഭവപ്പെടും. മാത്രമല്ല ഒരു കോൺഫിഡൻസും കിട്ടും. അതുകൊണ്ട് ക്ലാസ് കണ്ടിട്ട് ഇത് ചെയ്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് ക്ലാസ് ഒന്നുകൂടി കണ്ടാലും നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നതാണ്. അപ്പം നമുക്കിതിൻ്റെ ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പം നമ്മൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിക്കുകയാണ്. ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 2 പട്ടിക കൊടുത്തിട്ടുണ്ട്. ഈ 2 പട്ടിക നമുക്ക് മാച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പട്ടികയിൽ പറയുന്നു PC കുട്ടിക്കൃഷ്ണൻ, K പത്മനാഭൻ നായർ, M രാമുണ്ണി നായർ, MK മേനോൻ. 4 വ്യക്തികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. പട്ടിക 2ൽ കപിലൻ, ഉറൂബ്, വിലാസിനി, സഞ്ജയൻ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ എഴുത്തുകാരും അവരുടെ വിളിപ്പേരുകളുമാണ്, തൂലികാനാമങ്ങളുമാണ് പട്ടിക 2ൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഈ ഒരു 4 പേരുടെ പേര് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ ശരിക്കും പരിചയമുള്ളത് ഇപ്പോൾ PC കുട്ടിക്കൃഷ്ണൻ, അല്ലെങ്കിൽ ഇത് ഇവിടെ നോക്കുമ്പോൾ ഉറൂബ് എന്ന് കേൾക്കുമ്പോൾ നമുക്കത് ആരാണെന്ന് നമുക്ക് നോക്കിയാൽ അത് ഉറൂബ് എന്ന് പറയുന്നത് PC കുട്ടിക്കൃഷ്ണനാണ്. അതേപോലെ MK മേനോൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോനാണ്. അതായത് PC കുട്ടിക്കൃഷ്ണൻ, ഈ 2 എണ്ണം നമുക്കറിയാമെന്ന് വിചാരിക്കുക. ആദ്യത്തെ PC കുട്ടിക്കൃഷ്ണൻ തന്നെ നമുക്കറിയാം. അപ്പോൾ ഉറൂബ് PC കുട്ടിക്കൃഷ്ണനാണ്. അപ്പോൾ 1 B ആണ്. അപ്പോൾ ഈ ഓപ്ഷനിലേക്ക് നോക്കുക. 1 B വരുന്നത് എവിടെയാണ്? 1 B ഇവിടെ 1 B വരുന്നുണ്ട് അല്ലേ? A ഓപ്ഷനിൽ 1 B വരുന്നുണ്ട്, D ഓപ്ഷനിൽ 1 B വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ 4 എണ്ണം തന്നിട്ടുള്ളതിൽ അറിയാൻ പറ്റുന്നത് MK മേനോൻ ആണെന്ന് വിചാരിക്കുക, വിലാസിനി അല്ലേ? അപ്പോൾ MK മേനോൻ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 4C ആണ്. 4C വരുന്നത് ഇതിലാണ്. 4C ഇവിടെ 4C വരുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ വെട്ടിപ്പോകുന്നു അല്ലേ? ഇതൊക്കെ പോകുന്നു, ക്യാൻസലായി പോകുന്നു. അപ്പോൾ നോക്കുക, വെറും 2 കാര്യങ്ങൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ. 4 പോയിന്റ് കൊടുത്തിട്ടുള്ളതിൽ 2 എണ്ണേ അറിയത്തുള്ളൂ. പക്ഷെ അത് വെച്ച് തന്നെ നമ്മൾ ആൻസറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഒരു എലിമിനേഷൻ ടെക്നിക്ക്. ഈ ടെക്നിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രസ്താവനാ ചോദ്യങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ നമുക്കതിൽ ഒരെണ്ണമെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് അറ്റൻഡ് ചെയ്യണം. ആ ഒരെണ്ണം വെച്ചിട്ടെങ്കിലും അറ്റൻഡ് ചെയ്യുക. ഉറപ്പായിട്ടും നമ്മൾ ഈ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ആൻസർ കിട്ടിയേക്കും. ഇനി 1 അല്ല 2 എണ്ണം അറിയാമെങ്കിലും ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. കാരണം ഇങ്ങനെ അല്ലാതെ നിങ്ങൾ ഒരു പ്രസ്താവനാ ചോദ്യങ്ങളിൽ ആൾക്കൂടെ ഒന്നേ അറിയത്തുള്ളൂ, അല്ലെ ഒന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും വിട്ട് കളയരുത്. അത് ശരിക്കും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് അത് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് കൃത്യമായിട്ട് നോക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ എലിമിനേഷൻ ടെക്നിക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രസ്താവനാ ചോദ്യങ്ങളുടെ ആദ്യത്തെ 11 സെറ്റിൽ എലിമിനേഷൻ ടെക്നിക്ക് പല രീതിയിലും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയൊക്കെ വേണമെന്ന് അത് കണ്ടിട്ടുള്ളവർ അവർക്ക് പിന്നീട് പരീക്ഷയിലേക്ക് വരുമ്പോൾ എളുപ്പമായിരിക്കും എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ ആ 1 മുതൽ 11 വരെയുള്ള പ്രസ്താവനാ ചോദ്യങ്ങളുടെ സെറ്റ് കൂടി കാണാൻ ശ്രമിക്കുക. അടുത്ത 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇത് നിങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. തെറ്റായ ജോഡി ഏതെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1ാമത്തെ ജോഡി നോക്കുക, തിരയും ചുഴിയും സച്ചിദാനന്ദൻ. 2ാമത്തേത് വീണപൂവ് കുമാരനാശാൻ. 3ാമത്തെ ജോഡി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ M മുകുന്ദൻ. 4ാമത്തേത് ഒരു സങ്കീർത്തനം പോലെ പെരുമ്പടവം ശ്രീധരൻ. അപ്പൊ കൃതികൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കർത്താക്കന്മാരെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡിയുണ്ട്, അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഈ A ഓപ്ഷനാണ്. ബാക്കി ഉള്ള 3 ശരിയായിട്ടുള്ള ജോഡികൾ തന്നെയാണ്. ഈ തെറ്റായ ജോഡി എന്തുകൊണ്ടാണ് തിരയും ചുഴിയും തെറ്റിപ്പോയെന്ന് വെച്ചാൽ തിരയും ചുഴിയും സച്ചിദാനന്ദൻ അല്ല എഴുതിയിട്ടുള്ളത് അല്ലേ? അത് എഴുതിയിട്ടുള്ളത് S ഗുപ്തൻ നായരാണ്. അപ്പോൾ ഇവിടെ സച്ചിദാനന്ദന് പകരം S ഗുപ്തൻ നായർ ആയിരുന്നു വന്നിരുന്നതെങ്കിൽ ഇത് ശരിയാകുമായിരുന്നു. അപ്പോൾ 2 തെറ്റായ ജോഡി ഏതെന്നുള്ളതിൻ്റെ ആൻസർ A ആണ്, തെറ്റായ ജോഡി A. അപ്പോൾ അത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് ലഭിക്കുകയാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ തിക്കോടിയൻ കൊടുത്തിരിക്കുന്നു. തിക്കോടിയൻ എന്നുള്ള ഒരു തൂലികാനാമമാണ്. തിക്കോടിയൻ എന്നറിയപ്പെടുന്നത്
കൊടുത്തത് ആരെന്ന് പി കുഞ്ഞനന്ദൻ നായർ എന്ന് കൊടുത്തിരിക്കുന്നു. തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് പി കുഞ്ഞനന്ദൻ നായർ എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് ശരിയാണോ ശരിയല്ലേ എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അടുത്ത രണ്ടാമത്തത് സിനിക്ക് എന്ന് പറഞ്ഞാൽ അത് കെ എം വാസുദേവൻ നമ്പൂതിരിയാണെന്ന് കൊടുത്തിരിക്കുന്നു. സിനിക്ക് എന്ന് പറഞ്ഞാൽ അത് കെ എം വാസുദേവൻ നമ്പൂതിരിയാണെന്ന് കൊടുത്തിരിക്കുന്നു. ഇത് ശരിയാണോ ശരിയല്ലേ എന്ന് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ സുരാസു ബാലഗോപാലക്കുറുപ്പാണെന്ന് കൊടുത്തിരിക്കുന്നു. സുരാസു ബാലഗോപാലക്കുറുപ്പ്. മാടമ്പ് കുഞ്ഞുക്കുട്ടൻ എൻ നാരായണപിള്ള എന്ന് കൊടുത്തിരിക്കുന്നു. മാടമ്പ് കുഞ്ഞുക്കുട്ടൻ എൻ നാരായണപിള്ള. അഭയദേവ് അയ്യപ്പൻ പിള്ള എന്ന് കൊടുത്തിരിക്കുന്നു. അഭയദേവ് അയ്യപ്പൻ പിള്ള. ഇങ്ങനെ 5 ജോഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആ കണ്ടുപിടിച്ച നിങ്ങളുടെ ഉത്തരം ഈ ഓപ്ഷനിലുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളത് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരിയായിട്ട് വരുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് 1, 3, 5 ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. 1, 3, 5. ബാക്കി 2ഉം 4ഉം തെറ്റിപ്പോയ ഓപ്ഷനുകളാണ്. തെറ്റിപ്പോയ ഓപ്ഷനുകളാണ്. അപ്പോൾ ഇത് മൂന്നാമത്തെ ചോദ്യമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതായത് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഡി എന്ന് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് ലഭിക്കുകയാണ്. അടുത്ത ഒരു പോയിന്റ് നോക്കുക. മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ്, അതാണ് ഒരു ചെറിയ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡാണ്, നാഷണൽ അവാർഡാണ് കേട്ടോ, നാഷണൽ അവാർഡ്. ഇതിനു മുമ്പുള്ള സെറ്റുകളിൽ നമ്മൾ പഠിച്ചത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളെ കുറിച്ചിട്ടാണ്. ഇത് ദേശീയ അവാർഡാണ്. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2021 വരെയാണ് കൊടുത്തിട്ടുള്ളത്. അത് 69ാമത് പുരസ്കാരമായിരുന്നു. ഇവിടെ നമ്പറാണ് ഓർക്കേണ്ടത് കേട്ടോ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. അത് 2021ലേതാണ്. അത് ലഭിച്ചിട്ടുള്ളത് നിഖിൽ മഹാജൻ എന്ന വ്യക്തിക്കാണ്, എന്ന സംവിധായകനാണ് നിഖിൽ മഹാജൻ. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. മികച്ച സംവിധായകനുള്ള 69ാമത് ദേശീയ അവാർഡ് ലഭിച്ചത് നിഖിൽ മഹാജനാണ് 2021ലെ പുരസ്കാരമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിന് തൊട്ട് മുമ്പ് 68ാമത് പുരസ്കാരം ലഭിച്ചത് നമ്മുടെ സച്ചിക്കായിരുന്നു. സച്ചി അയ്യപ്പനും കോശിയും എന്ന സിനിമയുടെ സംവിധായകനല്ലേ സച്ചി. കൊറോണ സമയത്ത് മരിച്ചുപോയതാണ് അദ്ദേഹം അല്ലേ. അപ്പോൾ സച്ചി. അപ്പോൾ 2020 ലഭിച്ചിട്ടുള്ളത് സച്ചിക്കാണ്. 2021 69ാമത് പുരസ്കാരം ലഭിച്ചത് നിഖിൽ മഹാജൻ. 2019 67ാമത് പുരസ്കാരം സഞ്ജയ് പുരൺ സിംഗ് ചൗഹാനാണ്. 2018 66ാമത് പുരസ്കാരം ലഭിച്ചത് ആദിത്യ ധർ എന്ന വ്യക്തിക്കാണ്. അപ്പോൾ ഇതാണ് മികച്ച സംവിധാനമുള്ള ദേശീയ അവാർഡുകൾ. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. തെറ്റായ ജോഡി ഏതെന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. തെറ്റായ ജോഡി. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുമ്പോൾ അതിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആദ്യം തന്നെ വരച്ചിട്ടേക്കുക. തെറ്റായ ജോഡി. ഇവിടെ അസുരവിത്ത് നോവലാണെന്ന് കൊടുത്തിരിക്കുന്നു. രാമചന്ദ്രവിലാസം മഹാകാവ്യമാണെന്ന് കൊടുത്തിരിക്കുന്നു. വൈശിക തന്ത്രം മണിപ്രവാള കൃതി എന്ന് കൊടുത്തിരിക്കുന്നു. മാർത്താണ്ഡവർമ്മ ജീവചരിത്രം എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഓരോ കൃതികളും അതിൻ്റെ കാറ്റഗറിയുമാണ് ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തെറ്റായ ജോഡിയുണ്ട്. അത് ഏതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ 4ാമത്തേതിൻ്റെ ആൻസറായിട്ട് വരുന്നത്, അതായത് ഇവിടുത്തെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഡി ആണ്. മാർത്താണ്ഡവർമ്മ ജീവചരിത്രമല്ല. ശരിക്കും മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് അത് നോവൽ വിഭാഗത്തിലാണ് വരുന്നത്. മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന കൃതി നോവൽ വിഭാഗത്തിലാണ് വരുന്നത്. അപ്പോൾ 4ാമത്തെ ചോദ്യത്തിന് ആൻസർ കിട്ടിയിട്ടുള്ളവർക്ക് 1 മാർക്ക് ലഭിക്കുന്നു. അടുത്ത 5ാമത്തെ ചോദ്യമാണ്. 5ാമത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ആകെ കിട്ടുന്ന മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ 5ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1 അല്ലേ, പ്രസ്താവനയിൽ ശരി കണ്ടെത്തുക എന്നുള്ളതാണ്. 2 പ്രസ്താവനകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ 1ാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. ബോധേശ്വരൻ രചിച്ച ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം എന്ന് കൊടുത്തിരിക്കുന്നു. ബോധേശ്വരൻ രചിച്ച ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം എന്ന് കൊടുത്തിരിക്കുന്നു. പ്രസ്താവന 2 പറയുന്നു കേരളത്തിൻ്റെ ഭാഷാ പ്രതിജ്ഞയായ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ രചിച്ചത് MT വാസുദേവൻ നായർ ആണെന്ന് പറയുന്നു. കേരളത്തിൻ്റെ ഭാഷാ പ്രതിജ്ഞയായ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ രചിച്ചത് MT വാസുദേവൻ നായർ ആണെന്ന് പറയുന്നു. അടുത്ത അങ്ങനെ 2 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഓപ്ഷൻ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇവിടെ 5ാമത്തേതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ള സി ഓപ്ഷനാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് ലഭിക്കുകയാണ്. അടുത്ത 6ാമത്തെ ചോദ്യമാണ്. 6ാമത്തെ ചോദ്യം, പട്ടിക 1ഉം പട്ടിക 2ഉം ചേരുംപടി ചേർക്കുക. പട്ടിക 1 കേരളത്തിൻ്റെ പൂങ്കുയിൽ, അതേപോലെ കോഴിക്കോടിൻ്റെ കഥാകാരൻ, കുട്ടനാടിൻ്റെ കഥാകാരൻ,
മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വിശേഷണങ്ങൾ ചേരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നും കൊടുത്തിരിക്കുന്നു. എസ് കെ പൊറ്റക്കാട്ട്, വള്ളത്തോള്, ചങ്ങമ്പുഴ, തകഴി. അപ്പം നമുക്ക് ഇത് മാച്ച് ചെയ്യണം. അപ്പം ആദ്യത്തെ നോക്കുക, കേരളത്തിൻ്റെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന വ്യക്തി ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് മാച്ച് ചെയ്യുക. അടുത്ത കോഴിക്കോടിൻ്റെ കഥാകാരൻ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ മാച്ച് ചെയ്യുക. അടുത്ത കുട്ടനാടിൻ്റെ കഥാകാരൻ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ മാച്ച് ചെയ്യുക. അതേപോലെ മലയാളത്തിൻ്റെ ഓർഫ്യൂസ് ഉണ്ടെങ്കിൽ മാച്ച് ചെയ്യുക. ഒരുപക്ഷെ കുട്ടനാടിൻ്റെ കഥാകാരനും മലയാളത്തിൻ്റെ ഓർഫ്യൂസും നിങ്ങൾക്ക് അറിയാൻ പറ്റിയേക്കും. ആ ഒരു ഓപ്ഷൻ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഈ പറയുന്ന ഈ ഓപ്ഷൻസിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കുക. നിങ്ങൾ അവിടെ കണ്ടുപിടിച്ച ആൻസർ ഇതിലുണ്ടോ എന്ന് നോക്കി കണ്ടുപിടിക്കുക. ഇവിടെ ശരിയായിട്ട് വരുന്നത് ആറാമത്തേതിൻ്റെത് സി ഓപ്ഷനാണ്. സി ഓപ്ഷൻ ഇവിടെ ശരിയായിട്ട് വരുന്നത് സി ഓപ്ഷൻ. അതായത് കേരളത്തിൻ്റെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. കേരളത്തിൻ്റെ പൂങ്കുയിൽ വള്ളത്തോള്. കോഴിക്കോടിൻ്റെ കഥാകാരൻ എസ് കെ പൊറ്റക്കാട്ടാണ്. കോഴിക്കോടിൻ്റെ കഥാകാരൻ എസ് കെ പൊറ്റക്കാട്ട്. കുട്ടനാടിൻ്റെ കഥാകാരൻ തകഴിയാണ്. അതെല്ലാവർക്കും അറിയാൻ പറ്റും. കുട്ടനാടിൻ്റെ കഥാകാരൻ തകഴിയാണ്. മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ്. അതും അറിയാൻ പറ്റും. മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ്. അപ്പോൾ ആ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് നോക്കുക. അടുത്ത ഏഴാമത്തെ ചോദ്യമാണ്, ശരിയായ ജോഡികളാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയായ ജോഡികൾ. 4 കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു, നമുക്ക് നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവലാണ് നൃത്തം എന്ന് കൊടുത്തിരിക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവലാണ് നൃത്തം എന്ന് കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തേത് മലയാള ഭാഷയിൽ ഉണ്ടായ ആദ്യത്തെ ഗദ്യകൃതി എന്നറിയപ്പെടുന്നത് ഭാഷാ കൗടിലീയം എന്ന് കൊടുത്തിരിക്കുന്നു. മലയാള ഭാഷയിൽ ഉണ്ടായ ആദ്യത്തെ ഗദ്യകൃതി ഭാഷാ കൗടിലീയം എന്ന് കൊടുത്തിട്ടുണ്ട്. തുള്ളൽ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയാണ് കല്യാണ സൗഗന്ധികം എന്ന് കൊടുത്തിരിക്കുന്നു. തുള്ളൽ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയാണ് കല്യാണ സൗഗന്ധികം എന്ന് കൊടുത്തിരിക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ഒരു വിലാപം എന്ന് കൊടുത്തിരിക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ഒരു വിലാപം എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ 4 ജോഡികൾ കൊടുത്തിട്ടുണ്ട്. 4 ജോഡികളിൽ ശരിയായ ജോഡികൾ ഏതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ആൻസർ ഇവിടെ നിന്നും കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, നിങ്ങളത് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരിയുത്തരം എന്ന് പറയുന്നത് ബി ആണ്. 7 ബി ആണ് ശരിയുത്തരമായി വരുന്നത്. അതായത് 2, 3, 4 ശരിയായിട്ടുള്ള ഉത്തരവാണ്. ഒന്നാമത്തേത് തെറ്റിപ്പോയി. മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ നൃത്തമല്ല, പകരം സ്വർഗദൂതനാണ്. സ്വർഗദൂതൻ അല്ലെ, സ്വർഗദൂതൻ എന്നായിരുന്നു എങ്കിൽ കറക്റ്റ് ആകുമായിരുന്നു. സ്വർഗദൂതൻ എന്നായിരുന്നുവെങ്കിൽ കറക്റ്റ് ആകുമായിരുന്നു. അപ്പോൾ ഇതാണ് തെറ്റിപ്പോയത്. ബാക്കിയൊക്കെ ശരിയാണ്. അപ്പോൾ 7 ബി ആണ്. ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി ലഭിക്കുകയാണ്. അടുത്ത 8ാമത്തെ ചോദ്യമാണ്. 8ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്നത് ആരെല്ലാം? അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ ഈ ഉൾപ്പെടുന്നത് എന്നുള്ളപ്പോൾ അതങ്ങനെ വരച്ചിട്ടേക്കണം കേട്ടോ. ഉൾപ്പെടുന്നത് ചിലപ്പോൾ നെഗറ്റീവ് സെൻസിലായിരിക്കും, ഉൾപ്പെടാത്തത് അങ്ങനെയായിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് അത് വരച്ചിട്ടേക്കുക. ഉൾപ്പെടുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എഴുത്തച്ഛനുണ്ട്, മേൽപ്പത്തൂരുണ്ട്, ചെറുശ്ശേരിയുണ്ട്, കുഞ്ചൻ നമ്പ്യാരുണ്ട്, പൂന്താനമുണ്ട്. അല്ല, ഇവരിൽ പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രാചീന കവിത്രയം നിങ്ങൾ കണ്ടുപിടിക്കുക. എഴുത്തച്ഛൻ, മേൽപ്പത്തൂർ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, പൂന്താനം. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരിയുത്തരം എന്ന് പറയുന്നത് 1, 3, 4 ആണ്. 1, 3, 4. അതായത് എഴുത്തച്ഛൻ, അതേപോലെ ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, ഇവർ 3 പേരുമാണ് പ്രാചീന കവിത്രയം എന്ന് പറയുന്നത് അല്ലെ. 1, 3, 4 എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, ഇവരാണ് പ്രാചീന കവിത്രയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി ലഭിക്കുകയാണ്. അപ്പോൾ അടുത്തത് മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ്. മികച്ച സിനിമയ്ക്കാണ്. മികച്ച സിനിമയ്ക്ക് ഇവിടെ ഈ 67ാമത് ദേശീയ പുരസ്കാരം ലഭിച്ച സിനിമ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മരയ്ക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. ഇത് കഴിഞ്ഞ പ്രിലിംസ് തുടങ്ങിയതിന് ശേഷം ചോദിച്ചിട്ടുള്ളതാണ്. 2019 മരയ്ക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. എനിക്കൊന്ന് 2022 അത് ചോദിച്ചിട്ടുണ്ട്. 67ാമത് മികച്ച സിനിമയ്ക്കുള്ള 67 അങ്ങനെയാണ് ചോദിച്ചത്. 67ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ സിനിമ ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മരയ്ക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2021 69ാമത് പുരസ്കാരം ലഭിച്ചത് റോക്കട്രി ദ നമ്പി എഫക്റ്റ് എന്നുള്ള സിനിമയാണ്. ആർ മാധവൻ അല്ലെ, സിനിമാ നടൻ കൂടിയായ ആർ മാധവനാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇത് സാധ്യതയുണ്ട് ചോദിക്കാൻ. റോക്കട്രി ദ നമ്പി എഫക്റ്റ് അത് ചോദിക്കാൻ സാധ്യത, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 69ാമത് എന്ന് പറഞ്ഞിട്ടാകാം ചോദിക്കുന്നത്. 69 ഇത് 2021 പുരസ്കാരമാണ്. 69ാമത്
ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ സിനിമ റോക്കട്രി ദ നമ്പി എഫക്റ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകനെ ചോദിക്കാം, ആർ മാധവൻ. ഇനി 68ാമത് നമുക്കറിയാമല്ലോ, നമ്മൾ കുറേ നാളായിട്ട് പഠിച്ചതാണ്. സൂരജ് പോട്ട് എന്ന് തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്, സുരറൈ പോട്ടർ എന്നല്ലേ, സുരറൈ പോട്ടർ എന്നാണ് ആ സിനിമയുടെ പേര്, സൂര്യയുടെ സിനിമയാണ് അല്ലേ, അത് നമുക്കറിയാം. 67 ഓൾറെഡി നമ്മൾ പഠിച്ചു. 66 ഹെല്ലാരോ എന്ന സിനിമയാണ്, ഹെല്ലാരോ 2018 അപ്പോൾ 2021 69ാമത് ചലച്ചിത്ര ദേശീയ ചലച്ചിത്ര അവാർഡ് കിട്ടിയ മികച്ച സിനിമ റോക്കട്രി ദ നമ്പി എഫക്റ്റ് ആണ്. 68ാമത് പുരസ്കാരം 2020 ലഭിച്ചത് സുരറൈ പോട്ടറാണ്. 2019 67ാമത് പുരസ്കാരം മരക്കാർ അറബിക്കടലിന്റെ സിംഹമാണ്. 2018 66ാമത് പുരസ്കാരം ഹെല്ലാരോയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 20 സെറ്റ് ചോദ്യം വർക്കൗട്ട് ചെയ്തപ്പോൾ പ്രധാനപ്പെട്ട ചില അവാർഡുകൾ, സാഹിത്യ അവാർഡ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ചില അവാർഡുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എഴുത്തച്ഛൻ വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓട്ടോമാറ്റിക്കലി ഇതിനോടൊപ്പം തന്നെ. അപ്പോൾ ആ 20 സെറ്റും കാണാൻ ശ്രമിക്കുക. അടുത്ത 9ാമത്തെ ചോദ്യമാണ്. 2 പട്ടികകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ, കൃതികളാണ് ചോദിച്ചിട്ടുള്ളത്. 2ാമത്തെ പട്ടികയിൽ അതിൻ്റെ കർത്താക്കളും. അപ്പോൾ ആദ്യത്തെ കൃതി നോക്കുക, കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ. കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ. ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട ആൾ ഇതിനകത്തുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. 2ാമത്തെ പുസ്തകം എൻ മഗജെ. 3ാമത്തേത് കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ. കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ. 4ാമത്തേത് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ അല്ലേ. ഇവിടെ ശരിക്കും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള സാധനം ഇവിടെയുണ്ട്. എന്മകജയും മുല്ലപ്പൂ നിറമുള്ള പകലുകളും നിങ്ങൾക്ക് അറിയാൻ പറ്റാൻ മിക്കവാറും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇത് അറിയാൻ പറ്റും. അപ്പോൾ ആ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക. ഇവിടെ അംബികാസുധൻ മങ്ങാട് കൊടുത്തിരിക്കുന്നു, ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ കൊടുത്തിരിക്കുന്നു, ഇളംകുളം PN കുഞ്ഞൻപിള്ള കൊടുത്തിരിക്കുന്നു, ബെന്യാമിൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്തായാലും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ മിടുക്കരാണ്, നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കാറുണ്ട്, ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഈ ചാനൽ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഒരുമാതിരി കപ്പാസിറ്റി എന്ന് വെച്ചാൽ നല്ല കാലിബറുള്ള ആൾക്കാർ തന്നെയാണ് കാണുന്നതെന്ന് കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല കമൻറ്റുകൾ ഇട്ട് എനിക്കും കൂടി ഒരു പ്രോത്സാഹനം തരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആൻസർ നിങ്ങൾ ഫൈൻഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. 9ാമത്തേതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഡി ആണ്. ഡി. അപ്പോൾ ഈ 9D എന്ന് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി ലഭിക്കുകയാണ്. ഇവിടെ കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ എന്ന് പറയുന്നത് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനാണ്. കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ എന്ന കൃതി ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്മകജെ നമുക്കറിയാം, അംബികാസുധൻ മങ്ങാടിൻ്റെതാണ്. കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ ഇളംകുളം കുഞ്ഞൻപിള്ളയാണ്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, ഇത് അവാർഡ് കിട്ടിയൊരു കൃതിയാണ്, ബെന്യാമിൻ്റെതാണ്. ഇത് നമുക്കറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 10ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടുപിടിക്കാൻ പറയുന്നു അല്ലേ. തിരഞ്ഞെടുക്കുക അല്ലെ. പ്രസിദ്ധീകരണവും അച്ചടി ആരംഭിച്ച സ്ഥലവുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്വദേശാഭിമാനി ആറ്റിങ്ങൽ എന്ന് കൊടുത്തിരിക്കുന്നു. സ്വദേശാഭിമാനി ആറ്റിങ്ങൽ. അപ്പോൾ പ്രസിദ്ധീകരണവും അച്ചടി ആരംഭിച്ച സ്ഥലവുമാണ് കൊടുത്തിരിക്കുന്നത്. സ്വദേശാഭിമാനി ആറ്റിങ്ങൽ. സുജനാനന്ദിനി പരവൂർ. ദീപിക മാന്നാനം. മാതൃഭൂമി കോഴിക്കോട്. അപ്പോൾ ഇവിടെയും എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഈ മാതൃഭൂമി കോഴിക്കോട് എന്നുള്ളത് മിക്കവാർക്കും അറിയാവുന്നൊരിതാണ്. പക്ഷേ ആ പറയുന്നൊരു ഓപ്ഷൻ എല്ലായിടത്തും ഉണ്ട് താനും അല്ലേ. എന്തായാലും നിങ്ങൾ ആ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. 10ാമത്തേതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ശരിക്കും ബി ഓപ്ഷനാണ്, 2, 3, 4 അല്ലേ. 2, 3, 4. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഏതാണ് തെറ്റിപ്പോയത്? 2, 3, 4 കറക്റ്റ് ജോഡിയാണ്. തെറ്റിപ്പോയത് സ്വദേശാഭിമാനിയാണ്. സ്വദേശാഭിമാനി എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? ആറ്റിങ്ങൽ അല്ല, പകരം അഞ്ചുതെങ്ങാണ് അല്ലേ. അഞ്ചുതെങ്ങായിരുന്നെങ്കിൽ ഉത്തരം ശരിയാകുമായിരുന്നു. അഞ്ചുതെങ്ങായിരുന്നു വരേണ്ടിയിരുന്നത് അല്ലേ. പക്ഷേ ഇവിടെ വന്നത് ആറ്റിങ്ങൽ, അതുകൊണ്ട് തെറ്റിപ്പോയി. അപ്പോൾ 1 മാർക്ക് ലഭിക്കുകയാണ് നിങ്ങൾക്ക്. അടുത്ത 11ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയത് 1958 കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയത് 1958 കേരള സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീ ചിത്തിര തിരുനാളാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീ ചിത്തിര തിരുനാളാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ സർദാർ KM പണിക്കർ ആയിരുന്നു.
കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ സർദാർ കെ എം പണിക്കരായിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി കെ പി കേശവ മേനോനായിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി കെ പി കേശവ മേനോനായിരുന്നു. അപ്പോൾ ഇതാണ് 4 പ്രസ്താവനകൾ. ഇവിടെ നിന്നും ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നിങ്ങൾ കണ്ടുപിടിച്ചു. അത് ഈ ഓപ്ഷനിൽ നിന്നും നിങ്ങൾ മാർക്ക് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ 11ാമത്തേതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ബി, അതായത് ആദ്യത്തെ 3 എണ്ണം ശരിയാണ്. 1, 2, 3. ഇവിടെ തെറ്റിപ്പോയത് 4ാമത്തെ ഓപ്ഷനാണ്. അതായത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി കെ പി കേശവ മേനോൻ എന്ന് കൊടുത്തിരിക്കുന്നു. അദ്ദേഹമല്ല, പകരം പാല നാരായണൻ നായരാണ്, അല്ലെ? പാല നാരായണൻ നായരാണ് അതിൻ്റെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് തെറ്റിപ്പോയത് കേട്ടോ. ഓക്കെ, അപ്പോൾ 11 ബി എന്ന് കൊടുത്തിട്ടുള്ളവർക്ക് 1 മാർക്ക് ലഭിക്കുകയാണ്. 11 ബി എന്ന് കൊടുത്തിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി ലഭിക്കുകയാണ്. അടുത്ത 12ാമത്തെ ചോദ്യം, ഇത് 2 അടുത്ത പേജിലും കൂടി ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്, അടുത്ത പേജിലും കൂടി ആയിട്ട്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, 12ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. അപ്പോൾ പ്രസ്താവന എ നോക്കുക. തച്ചോളി ഒതേനൻ്റെ സ്മരണയ്ക്ക് വേണ്ടി വാർഷിക ചടങ്ങുകൾ നിർവഹിക്കപ്പെടുന്ന ക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്രം, അല്ലേ? നമ്മുടെ നസീർ സാറിൻ്റെ സിനിമയിൽ പറയത്തില്ല എൻ്റെ കാവിലമ്മേ, അല്ലേ? ലോകനാർക്കാവ് ക്ഷേത്രം. അപ്പോൾ ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. തച്ചോളി ഒതേനൻ്റെ സ്മരണയ്ക്ക് വേണ്ടി വാർഷിക ചടങ്ങുകൾ നിർവഹിക്കപ്പെടുന്ന ക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്രം. അടുത്ത 2ാമത്തെ പ്രസ്താവന കിടക്കുന്നത് അടുത്ത പേജിലാണ്. അത് നോക്കുക. എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം എന്ന് പറയുന്നു. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂരുകാർ പെട്ടെന്ന് കണ്ടുപിടിക്കും, അല്ലേ? എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം എന്ന് പറയുന്നു. അടുത്ത 3ാമത്തെ ഓപ്ഷൻ പറയുന്നത് നോക്കുക. 3ാമത്തെ പ്രസ്താവന, ചിത്ര പൗർണമി ഉത്സവം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. ചിത്ര പൗർണമി ഉത്സവം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം എന്ന് പറയുന്നു. ഇത് പാലക്കാടോ ഇടുക്കിയോ, അല്ലെ? അവിടെ എങ്ങാണ്ട് ഇടുക്കിയിലാണെന്ന് തോന്നുന്നല്ലേ, ഇടുക്കിയോ പാലക്കാടോ ആണ് വരുന്നത്, അല്ലേ? അപ്പോൾ ആ ഭാഗത്തുള്ളവർക്ക് അറിയാൻ സാധ്യതയുണ്ട്. അടുത്ത ഡി എന്ന് പറയുന്ന ഓപ്ഷൻ പറയുന്നു 12 വർഷത്തിലൊരിക്കലാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നതെന്ന് പറയുന്നു, അല്ലേ? തിരുവനന്തപുരക്കാർക്കും ആശ്വാസമായിട്ടുണ്ട്, അല്ലേ? 12 വർഷത്തിലൊരിക്കലാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നതെന്ന് പറയുന്നു, അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 പ്രസ്താവന ഞാൻ വായിച്ചു. ഇതിലേതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്നാണ്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഡി എന്ന് പറയുന്ന പ്രസ്താവനയാണ്. കാരണം 12 വർഷത്തിലൊരിക്കലല്ല, 6 വർഷത്തിലൊരിക്കലാണ്, അല്ലേ? മുറജപവും ഭദ്രദീപവും തുടങ്ങിയത് മാർത്താണ്ഡവർമ്മയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? 12 വർഷമല്ല, 6 വർഷത്തിലൊരിക്കലാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം നടക്കുന്നത്. ബാക്കിയെല്ലാ ഓപ്ഷനും ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. തെറ്റിപ്പോയത് ഈ ഡി ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മറ്റേ പേജിലെ ഒരു ബോക്സ് കൂടി പഠിക്കാനുണ്ട്. മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ 2021 69ാമത് പുരസ്കാരം ലഭിച്ചത് നമ്മുടെ അല്ലു അർജുനാണ്, അല്ലേ? അല്ലു അർജുൻ യൂത്ത് സ്റ്റാർ ആണ്, അല്ലേ? പുള്ളി സ്റ്റൈലിഷ് സ്റ്റാർ ആണ്. അല്ലു അർജുൻ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു നടനാണ് അല്ലു അർജുൻ. അപ്പോൾ അല്ലു അർജുൻ 69ാമത് അവാർഡ് കിട്ടി, അല്ലേ? പുഷ്പ ദ റൈസ് എന്നുള്ള സിനിമയ്ക്കാണ്, അല്ലേ? പുഷ്പ. അപ്പോൾ 69 തെക്കത്തില്ലേ, അല്ലേ? ഡയലോഗ് താഴ്ത്തില്ല എന്നോ, അല്ലെ? അങ്ങനെയല്ലേ? അല്ലു അർജുൻ 69ാമത് അവാർഡ് ലഭിച്ചിട്ടുള്ളത് അല്ലു അർജുനാണ്. ഇതിന് തൊട്ട് മുമ്പ് ലഭിച്ചത് സൂര്യയ്ക്കും അജയ് ദേവ്ഗണിനുമാണ്. സൂര്യയ്ക്ക് അറിയാം സുരറൈ പോട്ടർ എന്ന സിനിമയാണ്. അജയ് ദേവ്ഗണ് തൻഹാജി ദ അൺസങ് വാരിയർ എന്നുള്ള സിനിമയ്ക്കാണ്. അതിന് തൊട്ട് മുമ്പ് 67ാമത് പുരസ്കാരം ലഭിച്ചത് മനോജ് ബാജ്പേയിക്കും ധനുഷിനുമാണ്. അതിൽ ധനുഷിന് കിട്ടിയത് അസുരൻ എന്നുള്ള സിനിമയ്ക്കാണെന്ന് നമുക്കറിയാം, അല്ലേ? 67ാമത് പുരസ്കാരം മനോജ് ബാജ്പേയി, ധനുഷ് എന്നിവർക്കാണ്. ഇനി 66ാമത് പുരസ്കാരം 2018 കിട്ടിയത് ആയുഷ്മാൻ ഖുറാന, വിക്കി കൗശൽ എന്നിവർക്കാണ്. അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യത എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയാനില്ല. എന്നാലും ചിലപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് 2021 69ാമത് പുരസ്കാരം അല്ലു അർജുൻ ആയിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് തന്നെ ചോദിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആകാം, ചിലപ്പോൾ ജൂറി ചെയർമാനെ ആകാൻ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ദേശീയ ചലച്ചിത്ര അവാർഡുകളും സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം.
ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സിൻ്റെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. അവിടെ വേറെ ഓഡിയോ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ഒക്കെ വേറെ നടക്കുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.